ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ സത്യത്തിൽ വളരെ സന്തോഷം തോന്നി. ഒരുപാട് ആഡംബരമായിട്ടാണ് കല്യാണങ്ങളും അതേപോലെ പല പരിപാടികളും നടത്തുന്നത്. ഒരുപാട് ജനങ്ങളെ വിളിച്ചുകൊണ്ട് അവർക്ക് പണമുണ്ട് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു മാർഗം കൂടെ ആയിട്ടാണ് ഈ ഒരു കല്യാണങ്ങളും അതേപോലെയുള്ള പരിപാടികളും ആളുകൾ കാണുന്നത്. ഇപ്പോൾ ഈ ഒരു വാർത്തയിൽ ആ ഒരു കല്യാണത്തിന് വരുന്ന ഏകദേശ ചെലവായിട്ടുള്ള 5,80,000 രൂപയോളം വരുന്ന പണം കൊണ്ട് പാവപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു വീട് റെഡിയാക്കി കൊടുക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ടാവും. അവർക്ക് ആ ഒരു പണം കൊണ്ട് ആഡംബരമായിട്ട് നല്ലൊരു കല്യാണം തന്നെ നടത്താം. നല്ല അടിപൊളി ഹോൾ എടുത്തുകൊണ്ട് നല്ല രീതിയിൽ കുടുംബങ്ങളെയും നാട്ടുകാരെയും കാണിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഒരു കല്യാണം നടത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അവർ ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് അവർക്കെന്നും ഓർക്കാനുള്ള ഒരു കാര്യമാണ്. അവർക്കെന്നും അവരെ കല്യാണം ഓർക്കുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവും, അവർക്ക് അതിലൊരു സമാധാനം ഉണ്ടാവും, അതിലൊരു തൃപ്തി ഉണ്ടാവും. ആ ഒരു പണം അവർ ചെലവഴിച്ചിട്ടുള്ളത് ഇത്രയും നല്ല ആ ഒരു കുടുംബം അവിടെ ജീവിക്കുന്നിടത്തോളം കാലം ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും ആ കുടുംബത്തിൻ്റെ എല്ലാവിധ മാനസികമായിട്ടുള്ള സപ്പോർട്ടുകളും ഇവർക്കുണ്ടാവും. കല്യാണങ്ങളും പരിപാടികളും വലുതാക്കി കഴിക്കണ്ടെന്നല്ല, പക്ഷേ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ചിലവുകളും ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി അത് വേസ്റ്റാക്കി ആ രീതിയിലൊന്നുള്ള പരിപാടികൾ മാക്സിമം കുറയ്ക്കുക. അതിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് വീട് വെക്കാനോ അതേപോലെ ഒരുപാട് ആളുകൾ ഭക്ഷണം കിട്ടാത്ത ആളുകളും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ സഹായിക്കാനോ വേണ്ടി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പരിപാടി ആ ഒരു ഫോട്ടോസിലും കാര്യങ്ങളിലും ഒതുങ്ങുന്നതിനപ്പുറം നമുക്ക് മനസ്സിൽ എന്നും ഉണ്ടാവും ആ പാവങ്ങളെ സഹായിച്ചല്ലോ, അന്ന് അവർക്ക് ആ ഒരു ഭക്ഷണം എത്തിക്കാൻ പറ്റിയല്ലോ, അല്ലെങ്കിൽ അവരെ ഈ രീതിയിൽ വീട് വെക്കാനും ഒക്കെ സഹായിക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം നമ്മളെ മനസ്സിൽ എന്നും ഉണ്ടാവും.